അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വിപുലമായിരിക്കും. ഇതെല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല. ഇലക്ഷന് മുമ്പ് അത് വിപുലമായിരിക്കും. അതിലെ വ്യക്തികൾ വരും, രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, വിവിധ സോഷ്യൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും, എല്ലാവരും വരും. അതും നിങ്ങൾ എല്ലാ ദിവസവും ചോദിക്കേണ്ട. നിങ്ങൾ എന്നിട്ട് വിസ്മയം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വിസ്മയം എന്താണെന്ന് എന്നിട്ട് പറയാം ആ വിസ്മയം നടന്നില്ല എന്ന് പറയാം. ഞങ്ങളെല്ലാം പറഞ്ഞ കാര്യമാണോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അവിടെ അല്ല, അത് വിസ്മയം പറഞ്ഞാൽ പിന്നെ വിസ്മയം ഉണ്ടാവോ? ഇപ്പോ ഐഷ പോറ്റി വന്നത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അത് വിസ്മയമാവുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളത് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തിനാ ഇത്ര? എന്നിട്ട് നിങ്ങൾ തന്നെ ഓരോ ദിവസം ഓരോന്ന്, എല്ലാവരും അല്ല, നിങ്ങൾ ചിലര് ഓരോന്ന് ഉണ്ടാക്കുവാണ്. ഇതായിരിക്കും വിസ്മയം. അതൊന്നും വേണ്ട, അത് ഉണ്ടാവും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലുതാവും, ഒരു സംശയം വേണ്ട. അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം. അതൊന്നും ആ വിഷയമൊന്നും അത് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയാനില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഒരു സമയത്തും നമ്മളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ആ ചോദ്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട. ഞങ്ങൾ ആരും പറയാത്ത, ഞങ്ങൾ ഒരു പാർട്ടിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയില്ല. വരുമ്പോൾ അറിയിക്കാം.